ഹലോ എവ്രി വൺ. ബിഗ് ബോസ് സീസൺ 7 വലിയൊരു കക്കൂസാവാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ വരുന്ന പ്രഡിക്ഷൻ കാണുമ്പോൾ ബിഗ് ബോസ് സീസൺ 7 കാണാൻ ഒരാൾ പോലും ഉണ്ടാവൂല എന്നതാണ് സത്യം. ഞാൻ ഇന്ന് 10 പേരെ പരിചയപ്പെടുത്തി തരാം. ഈ 10 പേരിൽ ഒരാളെങ്കിലും ബിഗ് ബോസിലേക്ക് പോയി കഴിഞ്ഞാൽ ആ സീസൺ കാണാൻ ഒരാൾ പോലും ഉണ്ടാവില്ല. ലാലേട്ടൻ വന്ന് തിരിഞ്ഞു പോകേണ്ട ഒരു അവസ്ഥ വരും. ഒരു കാര്യം പറയുകയാണ്, ബിഗ് ബോസ് എന്ന് പറയുന്നത് ലോകത്തിലുള്ള വലിയൊരു ഷോയാണ്. ആ ഷോയുടെ വില നിങ്ങൾ ഇത്തരത്തിലുള്ള ആൾക്കാരെ വെച്ച് ചെയ്യരുത്. ഓക്കെ, അപ്പോൾ ആരാണ് ആ 10 പേര്? ആ 10 പേരുടെ ലിസ്റ്റ് ഞാനിപ്പോൾ സൈഡിൽ വെച്ച് തരാം. അതിനുശേഷം എന്തുകൊണ്ട് ഇവർ ബിഗ് ബോസിലേക്ക് പോകാൻ അർഹനല്ല, ഇവർ പോയി കഴിഞ്ഞാൽ എന്തുകൊണ്ട് സാധാരണക്കാരായ പ്രേക്ഷകർ ബിഗ് ബോസ് കാണൂല, അതൊക്കെ വിശദമായി ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമതായി വരുന്നത് രേണു സുധിയാണ്. രേണു സുധി അവിടെ പോയി എന്ത് ചെയ്യാനാണ്? അത് കക്കൂസോ? ബിഗ് ബോസ് അല്ലേ? ബിഗ് ബോസ് സീസൺ എന്ന് പറയുന്നത് വലിയൊരു പ്ലാറ്റ്ഫോമാണ്. അവിടെ രേണു സുധി പോയിട്ട് എന്ത് ഗെയിം കളിക്കാനാണ്? അവരെങ്ങാനും പോയി കഴിഞ്ഞാൽ അവിടെ ആരെങ്കിലും സീസൺ കാണാൻ വരുമോ? ഷോ കാണാൻ ആരെങ്കിലും വരുമോ? ലാലേട്ടന് തെറി വിളിക്കും അവൾ. എന്തൊന്നാണ് എനിക്ക് തോന്നുന്നില്ല ബിഗ് ബോസ് ഇത്ര വലിയൊരു മണ്ടത്തരം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാ പ്രഡിഷനിലും രേണു സുധിയുടെ പേരുണ്ട്. ഓക്കെ, എന്തിനാണ് നിങ്ങൾ പേരിടുന്നത്? ബിഗ് ബോസിന് ആ ബോസ് എന്ന് പറയുന്ന സാധനത്തിന് ബുദ്ധി ഉണ്ടാവും. ഈ സാധനത്തിനൊക്കെ ബിഗ് ബോസിൽ എടുത്തു കഴിഞ്ഞാൽ എന്താവും അവസ്ഥ? ആരെങ്കിലും കാണോ ഷോ? ഈ ഒരൊറ്റ സാധനം പോയി കഴിഞ്ഞാൽ സീസൺ 7 ഞാൻ 100% ഞാൻ പറയുകയാണ്, ഈ മലയാളം ബിഗ് ബോസിൽ വെച്ച് ഏറ്റവും നെറികെട്ട ഒരു സീസണായി മാറും. ഓക്കെ ഓക്കെ നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമതായി വരുന്നത് കുഞ്ഞൻ പാണ്ടിക്കാടാണ്. ഇയാൾ എന്തിനു പോകുന്നു? എത്ര പേരെ പറ്റിച്ചു ഇയാൾ? ഇയാളൊക്കെ ബിഗ് ബോസ് സെലക്ട് ചെയ്താൽ ബിഗ് ബോസിൻ്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യൂലേ? അതായത് ആരാണ് കുഞ്ഞൻ പാണ്ടിക്കാട്? അന്നേക്ക് പണിയെടുത്തു, കൂലിപ്പണിയും ഡാമാറ് പണിയും എടുത്ത് കഷ്ടപ്പെട്ട് 1000 രൂപ കൊടുത്ത് കൂപ്പൺ മേടിച്ചപ്പോൾ പറ്റിച്ചവനാണ് കുഞ്ഞൻ പാണ്ടിക്കാട്. ഇവനൊക്കെ സ്ക്രീനിൽ കൊണ്ടുവരുന്നൊരു നെറികെട്ട സ്വഭാവം ബിഗ് ബോസ് എടുക്കോ? ഇവനെങ്ങാനും വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും നോക്കോ ബിഗ് ബോസ്? അതായത് കേരളത്തിന് 3 മില്യണുള്ള ആൾക്കാർക്ക് ദേഷ്യമുണ്ട് കുഞ്ഞൻ പാണ്ടിക്കാടിനോട്. അത്ര വലിയ നെറികേടല്ലേ ഇവൻ ചെയ്തത്? പാവങ്ങളുടെ പൈസയല്ലേ ഇവൻ മുക്കിയത്? ആ ഇവനൊക്കെ ബിഗ് ബോസിൽ കൊണ്ടുപോയി നിങ്ങൾ വലിയൊരു ഫേമസ് ആക്കും എന്ന് പറഞ്ഞാൽ സീസൺ ആരെങ്കിലും കാണോ? ബിഗ് ബോസിന് തന്നെ ചോദ്യം ചെയ്യൂലേ? ഞാൻ വിശ്വസിക്കുന്നത് ഇവനൊക്കെ പോകൂല എന്നാണ്. ഇതൊക്കെ പ്രഡിക്ഷൻ മാത്രമാണെന്നാണ്. ഓക്കെ, അതായത് കുഞ്ഞൻ പാണ്ടിക്കാട് അവരുടെ ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ബിഗ് ബോസിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. അത് കോമണറായിട്ടുള്ള ആർക്ക് വേണമെങ്കിലും അവിടെ പോയി ഫോട്ടോ എടുക്കാൻ പറ്റും. ഇവനൊക്കെ സെലക്ട് ചെയ്യൂല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചെയ്തു കഴിഞ്ഞാൽ പണി കിട്ടും, അത് ഉറപ്പാണ്. ലാലേട്ടൻ വന്ന് ലാലേട്ടൻ മാത്രം പറഞ്ഞു പോകേണ്ട ഒരു അവസ്ഥ വരും. ഓക്കെ, കുഞ്ഞൻ പാണ്ടിക്കാടൊക്കെ വന്നാൽ. ഓക്കെ, നമ്മുടെ ലിസ്റ്റിൽ മൂന്നാമതായി വരുന്നത് സാജി. എന്തിനാണ് ബിഗ് ബോസ് സത്യം നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ബിഗ് ബോസിന് അവിടെ അടിയാണോ ഉദ്ദേശിക്കുന്നത്? സാജിയെങ്ങാൾ നിങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു കാര്യം ഞാൻ പറയാം, അവിടെ ഓൾ എന്ത് തെറി വേണമെങ്കിലും വിളിക്കും. ഓക്കെ, ഈ യൂട്യൂബ് എന്ന് പറയുന്ന മഹാ പ്ലാറ്റ്ഫോമിൽ എല്ലാ ദിവസവും തെറി വിളിക്കുന്ന സാജിദയൊക്കെ കൊണ്ടുപോയി നിങ്ങൾ എന്ത് റേറ്റിംഗ് ഉണ്ടാക്കാനാണ്? സാജിദൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഈ ചാനലിൽ ബിഗ് ബോസിൻ്റെ A to Z റിവ്യൂ ഇടുന്നൊരു പ്ലാൻ ഉണ്ട്. സാജിദ് എങ്ങാനും പോയി കഴിഞ്ഞാൽ ഞാൻ റിവ്യൂ ഇടൂല. ഓക്കെ, ഞാൻ ബിഗ് ബോസേ കാണൂല. എന്തിന് കാണണം? സത്യമാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾക്ക് ഇവരൊക്കെ എടുക്കുന്നൊരു പ്ലാൻ ഉണ്ടെങ്കിൽ എൻ്റെ പൊന്ന് ബോസ് എന്നാ ഇപ്പം തന്നെ ഇല്ലാതായിക്കോ. ഒരു മനുഷ്യന്മാർ പോലും ഈ ഷോ കാണൂല. ഓക്കെ, നിങ്ങൾക്ക് എതിരാവും ഈ കുഞ്ഞൻ പാണ്ടിക്കാട്, രേണു സുധി, സാജിദൊക്കെ പോയി കഴിഞ്ഞാൽ. ഞാൻ സത്യമാണ് പറയുന്നത്. ഓക്കെ, സാജിയെ കൊണ്ടുപോയി നിങ്ങൾ അവിടെ എന്ത് കളിപ്പിക്കാനാണ്? തെറി വിളിക്കും, പച്ച തെറി വിളിക്കും. നിങ്ങൾ വിചാരിക്കുന്നത് ആ തെറി കേട്ട് റേറ്റിംഗ് ആവുന്നൊക്കെ, അത് പണ്ടാണ്. ഇപ്പം അങ്ങനെ ഒന്നല്ല. ഇപ്പോൾ കേരളം മലയാളികളാണ്. ഒരു കാര്യം ഞാൻ പറയാം, കോടിക്കണക്കിന് 50ഉം 100ഉം കോടി ചെലവിട്ട് സിനിമ ഉണ്ടാക്കുന്നു. എന്തെങ്കിലും ചെറിയൊരു വൃത്തികേട്, എന്തെങ്കിലും ആ സിനിമയ്ക്ക് പോരായ്മ ഉണ്ടെങ്കിൽ ആ സിനിമ ഓടൂല. കാരണം മലയാളികൾക്ക് ബുദ്ധിയുണ്ട്. ഓക്കെ, ഈ സാധ്യതയൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, നമ്മുടെ ലിസ്റ്റിൽ നാലാമതായി വരുന്നത് ഉണ്ണിക്കണ്ണനാണ്. ഉണ്ണിക്കണ്ണന് എന്ത് യോഗ്യതയാണുള്ളത്? വിജയിയെ കണ്ടു എന്ന് വെറുതെ പറഞ്ഞതാണ്. കാരണം ഞാൻ പറയാം, അതായത് ഏതോ ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്ത് പിൻ ചെയ്ത് ഉണ്ണിക്കണ്ണൻ ഇൻസ്റ്റാഗ്രാമിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു സത്യാവസ്ഥ ഇന്ന് വരെ ഞാൻ പറയുന്നല്ലാതെ അതിൻ്റെ സത്യാവസ്ഥ ഉണ്ണിക്കണ്ണൻ എവിടെയെങ്കിലും പറഞ്ഞോ? അല്ല, ഉണ്ണിക്കണ്ണനെ നിങ്ങൾ എടുത്തിട്ട് എന്ത് കളിക്കാനാണ്? കരയും ഉണ്ണിക്കണ്ണൻ. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ എന്ന് കരയും. ആ സാധനത്തിലൊക്കെ എടുത്ത് എന്ത് കാര്യമാണ് നിങ്ങൾക്ക്? സത്യമാണ്, എനിക്ക് ആരോട് വെറുപ്പില്ല. ഓക്കെ, സീസൺ 7 നല്ലതിൽ പോകണമെന്ന് പറഞ്ഞാണ് ഞാൻ ഈ ഒരു പ്രഡിക്ഷൻ ഇടുന്നത്. ഓക്കെ, നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കല്ലേ. ഓക്കെ എൻ്റെ ലിസ്റ്റിൽ അഞ്ചാമതായി വരുന്നത് ആറാട്ടണ്ണനാണ്. ഇന്ന് ഞാൻ 4-5 പ്രഡിക്ഷൻ കണ്ടു ആറാട്ടണ്ണൻ്റെ ഫേസൊക്കെ വെച്ച്. എന്തിന്?
ഞാൻ കളിയാക്കുന്നതല്ല, ആളെ കളിയാക്കുന്നതല്ല. ഒരു ബിഗ് ബോസ് പോലത്തെ ഷോ മലയാളികൾക്ക് ഒരു പെരുന്നാൾ പോലെയാണ്, ഒരു ക്രിസ്മസ് പോലെയാണ്, ഒരു വിഷു പോലെയാണ്. കാരണം ഒരു ഉത്സവമാണ് 3 മാസം. അതൊക്കെ കാണാൻ, കളിയൊക്കെ കാണാമെന്ന് പറഞ്ഞിട്ട് ആറാട്ടണ്ണനൊക്കെ എടുത്ത് എന്ത് ചെയ്യാനാണ്? നിങ്ങൾ ആറാട്ടണ്ണനെ എടുത്തു കഴിഞ്ഞാൽ അങ്ങേര് ഒരു ഇരുന്ന് മിണ്ടാണ്ടിരിക്കും, ഒരു അക്ഷരം മിണ്ടൂല, ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും പറയുന്നതല്ലാണ്ട്. ഷോ കോളമാവും ബോസണ്ണ, ഉറപ്പായിട്ട് ഞാൻ പറയുകയാണ്. നിങ്ങൾ ഇത്തരത്തിലുള്ള വീഡിയോസ് കാണുമെന്ന് എനിക്കറിയില്ല. ആരെങ്കിലും അയച്ചു തന്ന് കാണുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ലിസ്റ്റിൽ ഇവരുടെയൊക്കെ പേരുണ്ടെങ്കിൽ പ്ലീസ് ബോസണ്ണ, നിങ്ങളുടെ കയ്യിൽ സമയമുണ്ട്, ഇതിനൊക്കെ ഒഴിവാക്കണം. ഓക്കെ, ബിഗ് ബോസ് എന്ന് പറയുന്ന വലിയൊരു പ്ലാറ്റ്ഫോമും എല്ലാ മലയാളികളും നല്ല പ്രതീക്ഷയിലാണ് കാണുന്നത്. ഓക്കെ ഓക്കെ നമ്മുടെ ലിസ്റ്റിൽ 6ാമതായി വരുന്നത് അലിൻ ജോസ് പെരേറ. ഇന്നലെ അടി കിട്ടിയതാണ് അവന്, മിഞ്ഞാന്നും അടി കിട്ടിയിട്ടുണ്ട്. നാട്ടിൽ ഇറങ്ങിയാൽ ഇവൻ അടിയാണ്. അതായത് രേണു സുധിയുടെ കൂടെ എന്തോ ഒരു ആൽബത്തിൽ അഭിനയിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം രേണു സുധി കൂടെ കിടക്കണമെന്നെന്തോ അലിൻ ജോസ് പറഞ്ഞല്ലോ. ഇത്തരത്തിലുള്ളവർ നിങ്ങൾ എന്തിന് സെലക്ട് ചെയ്യുന്നു? അതായത് ഞാൻ കണ്ട പ്രഡിക്ഷനാണ്. ഇപ്പോൾ ഒരു ഏകദേശം എല്ലാ യൂട്യൂബേഴ്സും വെറുതെ അങ്ങ് പറയുന്നതല്ല, അവർ കിട്ടുന്ന ഇൻഫർമേഷൻ കൊണ്ടാണ് പറയുന്നതൊക്കെ. അപ്പോൾ അലിൻ ജോസ് പെരേറൊക്കെ ബിഗ് ബോസിൽ എന്ത് എന്ത് ബോസാണിത്? അതിനൊരു തെറി ബോസ് അങ്ങനെ എന്തെങ്കിലും ഒരു പേര് ചേഞ്ച് ആക്കേണ്ടി വരും ഇവനൊക്കെ പോയി കഴിഞ്ഞാൽ. നല്ല നല്ല ആളെ വിളിക്കുന്നേ, അതായത് പാവപ്പെട്ട ഇഷ്ടംപോലെ നല്ല സ്ട്രോങ് ആയിട്ട് വിദ്യാഭ്യാസവും നല്ലൊരു സംസാരിക്കാൻ അറിയുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അവരൊക്കെ വിളിച്ച് സ്ക്രീനിൽ കൊണ്ടുപോകുക, അവരുടെ കഴിവൊക്കെ നമ്മൾ കാണട്ടെ. അല്ലാതെ ഈ കുഞ്ഞൻ പാണ്ടിക്കാട്, രേണു സുധി, സാജിദ സാജി, ഇവനൊക്കെ ഈ അലിൻ ജോസ് പെരേരൊക്കെ വിളിച്ചുകൊണ്ട് നിങ്ങൾ അവിടെ എന്ത് കളിക്കാനാണ്? എനിക്കറിയില്ല. ഓക്കെ, ഇവരൊക്കെ പോയി കഴിഞ്ഞാൽ സീസൺ 7ൻ്റെ സ്വാഹ. ഞാനൊന്നും പറയുന്നില്ല. ഓക്കെ ഓക്കെ നമ്മുടെ ലിസ്റ്റിൽ 7ാമതായി വരുന്നത് ജസ്ന സലീമാണ്. ചിരി വരുന്നുണ്ട്. ഞാനിത് വെറുതെ പറയുന്നതല്ല, കുറേ പ്രഡിക്ഷൻ ഞാനിന്ന് കണ്ട് ഇതിനൊരു കോണ്ടന്റ് ചെയ്യാൻ വേണ്ടി. ചില പ്രഡിക്ഷനിലുണ്ട് മുമ്പന്നിൽ ജസ്ന സലീം പോകുന്നത് 100% എന്ന് പറഞ്ഞ്. എന്ത് ചെയ്യാൻ അവിടെ പോയി? ജസ്ന സലീം ആരാണ്? നമ്മളിപ്പോൾ ജാതി മത ഭേദമില്ലാതെ ഞങ്ങളെല്ലാവരും ഒന്നാണ്, ഒരു ചോരയാണ്. ഇവിടെ ഹിന്ദു, മുസൽമാൻ, ക്രിസ്ത്യൻ ഞങ്ങളെല്ലാവരും ഒരൊറ്റ ചോരയാണ്, വർഗീയത ഇല്ല എന്ന് നമ്മൾ ജീവിക്കുമ്പോൾ അവിടേക്ക് വർഗീയത്തിൻ്റെ വിഷം കലക്കുകയാണ് ജസ്ന സലീം. ഞാൻ കണ്ണനെ വരച്ച് പൈസ ഉണ്ടാക്കുന്നു, എന്നെ കണ്ണനെ വരക്കാൻ സമ്മതിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ്. എന്താണ് ഇവരൊക്കെ കൊണ്ടുവന്നാൽ? ഞാൻ ഒരു കാര്യം പറയാം. ഓക്കെ, സീസൺ 7 പൊളിഞ്ഞു പോവും, പൊളിഞ്ഞ് പണ്ടാരടങ്ങും. ഓക്കെ ഓക്കെ നമ്മുടെ ലിസ്റ്റിൽ 8ാമതായി വരുന്നത് ഷെഫീന ബീവിയാണ്. നിങ്ങൾക്കൊക്കെ അറിയാലോ, തെരു ചേച്ചിയാണ്. ഞാൻ 3 പ്രഡിക്ഷനിൽ നിന്ന് കണ്ടു ഷെഫീന ബീവിയൊക്കെ. എന്താണ് അവിടെ? നിങ്ങൾ ഇവരൊക്കെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ പേരങ്ങ് മാറ്റണം. ഓക്കെ, അതായത് തെറി ബോസ് എന്തെങ്കിലും ഇടണം. ഇവരൊക്കെ പോയി കഴിഞ്ഞാൽ സീസൺ 7 അതായത് അവിടെ യുദ്ധം നടക്കും, അത് ഉറപ്പാണ്. പക്ഷേ നമുക്ക് ചെറിയ കുട്ടികൾക്ക് പോയിട്ട് 25 വയസ്സായവർക്കും കാണാൻ പറ്റാത്തൊരു ഷോ ആവും അത്. പച്ചത്തെറി തന്നെ ആയിട്ടുണ്ടാവും. ലാലേട്ടൻ വരേണ്ട ആവശ്യമില്ല, എനിക്ക് തോന്നുന്നില്ല. വോട്ടിടാൻ ആൾക്കാരുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു പക്ഷേ 200 വോട്ട് കിട്ടിയ കപ്പ് എത്തും ഇവരൊക്കെ പോയി കഴിഞ്ഞാൽ. ഓക്കെ നമ്മുടെ ലിസ്റ്റിൽ 9ാമതായി വരുന്നത് അശ്വന്ത് കോക്കാണ്. ഇങ്ങേറ് പോയിട്ട് അവിടെ എന്ത് ചെയ്യാനാണ്? ആരെ വിമർശിക്കാനാണ്? അതായത് അശ്വന്ത് കോക്കിനെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അയാളുടെ യൂട്യൂബ് ചാനൽ ജസ്റ്റ് നോക്കിയാൽ മതി. എല്ലാ മൂവിയും പോയി കാണും, അതേ നെഗറ്റീവും പറയും. 100 റിവ്യൂ ഇടുന്നുണ്ടെങ്കിൽ 2 പോസിറ്റീവും 98 നെഗറ്റീവും ഇടുന്ന ചങ്ങായാണ് അശ്വന്ത് കോക്ക്. ഇവനൊക്കെ പോയി കഴിഞ്ഞാൽ, അതായത് അശ്വന്ത് കോക്കിനൊരു രീതിയുണ്ട്, അങ്ങേർക്ക് ഇഷ്ടപ്പെടുന്ന പടം ഇറങ്ങണമെന്ന്. അദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കുന്നില്ല, എനിക്ക് 10-60 വയസ്സായി, അതായത് എനിക്കിഷ്ടപ്പെടുന്ന പടം ഇപ്പോൾ ഇറങ്ങൂല എന്ന് അദ്ദേഹം ചിന്തിക്കുന്നില്ല. ഇപ്പോൾ ഇറങ്ങുന്ന പടം 18 വയസ്സും അതിന് താഴെയും അതിൻ്റെ മുകളിലും 18 മുതൽ 30, 32, 40 വയസ്സായവർക്ക് എൻജോയ് ചെയ്യുന്ന പടമാണെന്ന് അയാൾ ചിന്തിക്കുന്നില്ല. അയാൾ പറയുന്നത് 60 വയസ്സായ എനിക്ക് ഇഷ്ടപ്പെടുന്ന പടമേ ഇറങ്ങുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തൊക്കെ ബിഗ് ബോസ് പോയി കഴിഞ്ഞാൽ എന്താവും? ബോസണ്ണ ചിന്തിക്ക് ബോസണ്ണ, കുറേ പൈസ മുടക്കുന്നതല്ലേ, ആരും കാണാനുണ്ടാവില്ല. ഓക്കെ ഓക്കെ നമ്മുടെ ലിസ്റ്റിൽ 10ാമതായി വരുന്നത് ബോബി ചെമ്മന്നൂറാണ്. എന്തവിടെ ജ്വല്ലറി ഓപ്പൺ ചെയ്യാനാണോ ബോബി ചെമ്മന്നൂർ പോകുന്നത്? ബിഗ് ബോസിൻ്റെ എല്ലാ അപ്ഡേറ്റ് ആക്കുന്ന സമ്മർ മീഡിയ ആണ് ബോബി ചെമ്മന്നൂർ ബിഗ് ബോസിൽ പോകുമെന്ന് പറയുന്നത്. അദ്ദേഹം വെറുതെ അങ്ങ് പറയൂല. ബോബി ചെമ്മന്നൂർ പോയിട്ട് അവിടെ എന്ത് ചെയ്യാനാണ്? എനിക്കറിയില്ല. അവിടെ ഇരിക്കാനാണ്. ആരെങ്കിലും ബോബി ചെമ്മന്നൂറിന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പേരിൽ നാട്ടിൽ വന്ന് കേസ് കൊടുക്കും. എന്ത് ബുദ്ധി എന്ന് പറയുന്ന സാധനമില്ലേ ബിഗ് ബോസ്? ഈ പറയുന്ന 10 പേരിൽ ഒരാളെങ്കിലും ബിഗ് ബോസ് പോയി കഴിഞ്ഞാൽ ബിഗ് ബോസ് താഴും, അത് ഉറപ്പാണ്. ഓക്കെ നിങ്ങൾ നോക്കൂ, സാജിദക്ക് എന്ത് യോഗ്യതയാണുള്ളത്? കുഞ്ഞൻ പാണ്ടിക്കാടിന് എന്ത് യോഗ്യതയാണുള്ളത്? അങ്ങനെയെങ്കിൽ നാളെ ഞാൻ ഇറങ്ങുന്നുണ്ട്, വേറെ എത്ര പേര് ഇറങ്ങും ജനങ്ങളെ പറ്റിക്കാനായി? പറ്റിച്ചു കഴിഞ്ഞാൽ ബിഗ് ബോസിലേക്ക് പോകാൻ സിനിമയിൽ അവസരം കിട്ടി. അതായത് നിങ്ങളൊരു പോസ്റ്റ് കണ്ടല്ലോ, കുഞ്ഞൻ പാണ്ടിക്കാടിന് ഏതോ സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് കിട്ടിയതരെ. പറ്റിക്കുന്നവരോടൊപ്പമാണോ ഇവരൊക്കെ നിൽക്കേണ്ടത്? അവനൊക്കെ അടുപ്പിക്കാൻ. ഈ മലയാള സിനിമയോട് എനിക്ക് പറയാനുള്ളത്, ഇത്തരത്തിൽ പറ്റിക്കുന്ന കുഞ്ഞൻ പാണ്ടിക്കാടിന് നിങ്ങൾ അവസരമല്ല കൊടുക്കേണ്ടത്. 2 തെറിയാണ് വിളിക്കേണ്ടത്. എത്ര പാവങ്ങളെയാണ് അവൻ ഇല്ലാതാക്കിയത്?
നോക്കൂ, നിങ്ങളുടെ ഒരു സിനിമ കാണണമെങ്കിൽ ഞങ്ങളെപ്പോലത്തെ പാവങ്ങൾ ടിക്കറ്റ് എടുക്കണം. ഓക്കെ, ആ ഞങ്ങളെപ്പോലത്തെ പാവങ്ങളെയാണ് കുഞ്ഞൻ പാണ്ടിക്കാട് ചതിച്ചത്. അവനൊക്കെ നിങ്ങൾ സ്ക്രീനിൽ കൊണ്ടുവരുന്നു. ഒരു യോഗ്യതയില്ലാത്ത ആൾക്കാരാണല്ലോ പ്രഡിക്ഷനിൽ വരുന്നത് എന്നാണ് ഞാൻ ഷോക്കാവുന്നത്. ഒരു കാര്യം പറയുകയാണ് ബോസണ്ണ, ഞാൻ പറഞ്ഞ ഈ 10ൽ ഒരു 5എങ്കിലും ഉണ്ടെങ്കിൽ സീസൺ 7 സ്വാഹ. ഓക്കെ, വോട്ടിടാൻ ആളുണ്ടാവില്ല, അത് ഉറപ്പാണ്. 200 300 വോട്ട് കിട്ടുന്നവർക്ക് നിങ്ങൾ കപ്പ് കൊടുക്കേണ്ടി വരും. ആരും കാണൂല ഷോ. എന്താണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്? നല്ലൊരു പ്ലാറ്റ്ഫോം അല്ലേ? ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു ഈ 10 പേരിൽ ഒരാളും ഇല്ലാതിരിക്കട്ടെ എന്നാണ് ഞാൻ പേഴ്സണലി പ്രാർത്ഥിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏതായാലും സീസൺ 7 നല്ല നല്ല ആൾക്കാർ വരട്ടെ. ഇത്തരത്തിലുള്ള ആൾക്കാരെ എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അതിനൊക്കെ തട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ.